ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഹോളി സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഗുജിയ. ഇവിടെ നോർത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്, മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഗുജിയ. അപ്പോൾ കടകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. എല്ലാ കടകളിലും സ്വീറ്റ് ഷോപ്പിലൊക്കെ ഗുജിയാണ് ഇപ്പോൾ താരം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഒരു ചെറിയ ചെറിയ ടിപ്പുകൾ പ്രധാനമാണ് അതിൽ. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് കണക്കിനാണ് പറയുന്നത്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കിലോ മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മൈദയിൽ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന പുട്ടിന് കുഴയ്ക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുഴച്ച് കൊടുക്കണം. എണ്ണയായാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യാണുമ്പോൾ കുറച്ചുകൊണ്ട് ടേസ്റ്റ് കൂടും. എണ്ണയും നമുക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ക്രിസ്പി ആയിട്ട് വരുന്ന ലെയർ, നമ്മൾ ആ സമോസയുടെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ, സമോസ കഴിക്കുമ്പോൾ മുകളിലത്തെ ലെയർ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, അതിൻ്റെ മുകളിലത്തെ ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്പി ആവാനാണ് ഈ എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് നല്ലോണം ആദ്യം നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം നമ്മൾ ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാവ് നല്ലോണം നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണം കയ്യിൽ. അപ്പോൾ ഇതിന് പാകമാണ്. അപ്പോൾ ഇത്രയും പാകത്തിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒഴിച്ച് ആക്കണം. വേണമെങ്കിൽ കുറച്ചും കൂടി ആവാം. നമുക്കിനി കുറേശ്ശെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ടൈറ്റായിട്ട് അതിനെ കുഴച്ചെടുക്കാം. നമ്മുടെ ആട്ട ഇവിടെ ശരിയായിട്ടുണ്ട്. ഇതുപോലെ കുഴച്ച് വയ്ക്കുക. വല്ലാണ്ട് ലൂസാവരുത്. ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് കുഴച്ച് വയ്ക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് അതിനൊരു ടവലുകൊണ്ട് മൂടി വയ്ക്കുക. ഇതിലൊരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് എങ്ങനെ തയ്യാറാക്കണമെന്ന് ഇനി കുറച്ച് ഇത് ഇരിക്കുമ്പോഴേക്കും നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ചെയ്യാൻ. ഒരു ചെറിയ ചൂടിൽ വേണം നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. അധികം എല്ലാതും മൂത്ത് പോകരുത്, കളറ് മാറരുത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം, അതുമാതിരി സൂചി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 1/4 കിലോ. അതുമാതിരി ഇതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മുന്തിരി, അതുമാതിരി കശുവണ്ടി, പിന്നെ കുറച്ച് ബദാമാണ്. പിന്നെ വേണ്ട ഒരു പിസ്ത, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ വെറൈറ്റി ആയിട്ടുള്ളത് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അതുമാതിരി ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടിയിൽ. നമുക്ക് കുറച്ച് റവ ആദ്യം ഇതിലിട്ടിട്ട് ചെറുതാക്കി നമ്മൾ തീ കുറച്ച് വെച്ച്, കളറ് മാറാൻ പാടില്ല. ഇതിൽ ഞാൻ മാവ് ആഡ് ചെയ്യണില്ല. കോയ അല്ലെങ്കിൽ മാവ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അത് ഞാനിത് ആഡ് ചെയ്യാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ കടയിൽ കിട്ടുന്നതൊക്കെ മായം കലർന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യാറില്ല. ഇനി ആഡ് ചെയ്യണവർക്ക് വീട്ടിൽ നമുക്ക് പാല് കുറുക്കി വറ്റിച്ചുണ്ടാക്കാം. ഞാനത് ആഡ് ചെയ്യാറില്ല. സാധാരണ ഈ ഐറ്റംസ് തന്നെ മതി. അപ്പോൾ ചിലർക്ക് ഇനി കോയ കൊണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കോയ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. ഞാൻ ഇത്രയും ഐറ്റംസാണ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറ്. ഞാൻ അതിലേക്ക് തേങ്ങ ആക്കി കൊടുക്കും.
ഞാനൊരു അരമൂടി തേങ്ങയാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതൊരു ലോ ഫ്ലെയിമിൽ നമ്മൾ ചെറുതാക്കി ഒരു 4-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നാളികേരം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണ്. ബദാം തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി അണ്ടിപ്പരിപ്പ് ചെറിയ തന്നെയാണ്, പീസുകളാണ്. മുന്തിരി എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൽ ഓൾറെഡി നെയ്യും ഒക്കെ ഉള്ള കാരണം ഇതിൽ തന്നെ കിടന്നിട്ട് അത് ചൂടായിക്കോളും. സെപ്പറേറ്റ് അതിനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയിൽ അതിനെ വറുക്കുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ പിന്നെ ബാക്കി ഫ്രൈ ആയിക്കോളും. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോയ ചേർക്കുന്നില്ലല്ലോ. അതിന് പകരം ഒരു 2 സ്പൂണ് പാൽപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് മധുരം ആഡ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ഒന്നെങ്കിൽ നമ്മൾ പൊടിയായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര നമ്മൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനൊരു 200 ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് ഒരു 4-5 ഏലക്കായയുടെ മണം ഇഷ്ടമുള്ളവർ ചേർക്കാം, അതല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ പഞ്ചസാരയുടെ ഒപ്പം ഇട്ട് അത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അത് നമ്മൾ പഞ്ചസാര പൊടിച്ച് ജാറിൽ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഈ ഫില്ലിങ് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ കുറച്ച് ചേർത്ത് അതിലേക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ചൂടാറക്കനെ ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് എന്താ പറയുക ഉരുകും. പഞ്ചസാര ചുടുക്കനെ അതിലൊഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. നമ്മളിങ്ങനെ പൊടിയായിട്ടാണ് വേണ്ടത് അതിൻ്റെ ഫില്ലിങ്. നമ്മൾ ചൂടാറിയിട്ട് വേണം ആ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ഈ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാവ് ഇവിടെ എടുത്ത് നോക്കാം. 10-15 മിനിറ്റ് ആയി. അതിലൊന്നും കൂടി നമ്മൾ ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് പൂരിക്കൊക്കെ പരത്തണ മാതിരി പരത്തണം. നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി അല്ല പൂരി പരത്തുന്ന മാതിരി. അധികം തിന്നാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ നമ്മൾ കനത്തിൽ എടുക്കണം. നമ്മളിത് കുറച്ച് വലുതാക്കി പരത്തണം. എന്നിട്ട് ഈ അച്ചിനെക്കാട്ടിലും പുറമേ നിൽക്കണ മാതിരി വേണം പരത്താൻ. ഇതിൽ കുറച്ച് കുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഇതിന് ചുറ്റും കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കണം. ഒന്ന് നനച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്താൽ അവിടെ ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോന്ന് എണ്ണയിലേക്കൊക്കെ പരക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചുറ്റും ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് പിന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് അമർത്തി ഒന്ന് നല്ലോണം പ്രസ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ ഇതൊക്കെ നമുക്ക് വേറെ അടുത്തതിന് ഉപയോഗിക്കാം പരത്താൻ വേണ്ടിയിട്ട്. കളയേണ്ട ആവശ്യമില്ല. ഇതിലൊന്നും പൊടി പറ്റി കഴിഞ്ഞാൽ ഇത് തുറന്നു വരും, അതിൻ്റെ സീലിംഗ് ശരിയാവില്ല. ബാക്കിയുള്ളത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മളിവിടെ ഗുജിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഒന്നൊക്കെ വെച്ചാൽ എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സാവധാനം ഇട്ട് കൊടുക്കണം. പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം എണ്ണയിൽ പരക്കും. അത് വരണം നമ്മൾ മെല്ലെ സാവകാശം ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് ഉടനെ മറക്കരുത്, പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ തിള വറ്റി തുടങ്ങി, കളറ് മാറി തുടങ്ങി. ഇനി നമുക്ക് എടുക്കാം ഇത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോളി സ്പെഷ്യൽ ഗുജിയ റെഡി ആയിരിക്കുകയാണ്. നല്ല ക്രിസ്പി ഗുജിയ പൊട്ടിച്ച് കാട്ടണം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. മായമില്ലാത്ത നമ്മുടെ അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കുക. നന്ദി, നമസ്കാരം.